Hi friends, N4TECH പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബാത്റൂം ഫിറ്റിംഗ്സിലെ ടാപ്പ്, ആംഗിൾ കോക്ക് എന്നിവയൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നായി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. ഇതൊക്കെയാണ് ടാപ്പ്, ആംഗിൾ കോക്കൊക്കെ ഫിറ്റ് ചെയ്യേണ്ട ഓരോ പോയിന്റ്. അപ്പോൾ നമ്മളത് ത്രെഡ് ഡമ്മിയിട്ട് അടച്ചു വെച്ചതായിരുന്നു. ടൈലൊക്കെ വെക്കുമ്പോൾ സിമെൻ്റ് ഒന്നും കയറാതിരിക്കാൻ ത്രെഡ് ഡമ്മിയിട്ട് അടച്ചു വെച്ചതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, ടൈലുകാർ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് ആ സൈഡിലൊന്നും ഗ്രൗട്ടൊന്നും നിറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളൊരു ടെസ്റ്റർ വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി നോക്കിയപ്പോൾ നല്ല ഗ്യാപ്പ് ഉണ്ട്. ആ ടെസ്റ്റർ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ടാപ്പ് അവിടെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ടാപ്പിനോ അല്ലെങ്കിൽ നമ്മൾ ത്രെഡ് സീൽ ടാപ്പൊക്കെ ചുറ്റുമ്പോൾ അത് കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഈ ത്രെഡിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വന്ന് അതിലൂടെ വെള്ളം ലീക്ക് ആകുകയാണെങ്കിൽ നേരെ ഈ ഹോൾസിലൂടെ നേരെ ചുമരിലേക്കായിരിക്കും വെള്ളം പോവുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചുമരൊക്കെ വെള്ളം എടുക്കും. അതുപോലെ ചുമരിൻ്റെ നേരെ എതിർവശത്തൊക്കെ അടിച്ച പെയിൻറ്റൊക്കെ ഇളകി പോകും, ആകെ വൃത്തികേടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ടൈൽസിൻ്റെ ജോയിൻറ്റ് ഫില്ല് ചെയ്യുന്ന പൗഡർ അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ഏതായാലും മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് സിമെൻ്റ് ആണ്. അത് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ടൈല് കട്ട് ചെയ്തതിൻ്റെ സൈഡിലേക്ക് നമ്മൾ നന്നായിട്ട് അത് അടച്ചു കൊടുക്കണം. അപ്പോൾ ഇതിവിടെ വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ട് നമ്മൾ അടച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ ഗ്യാപ്പൊന്നും വരാത്ത വിധത്തിൽ അടച്ചു കൊടുക്കണം. അപ്പോൾ നല്ല വൃത്തിയിൽ അത് അങ്ങ് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ ലീക്ക് വരികയാണെങ്കിൽ വെള്ളം ആ ഹോൾസിലൂടെ ഉള്ളിലേക്ക് പോകാതെ നേരെ പുറത്ത് ടൈൽസിൻ്റെ മേലെ കൂടി ഒലിച്ചു വരികയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ലീക്ക് വരുന്നുണ്ട് എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നേരെ ചുമരിലേക്ക് വെള്ളം എടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് വീട്ടുകാരൊക്കെ അത് കണ്ടുവരുമ്പോഴേക്കും ചുമരൊക്കെ വൃത്തികേടായിട്ടുണ്ടാവും. ഞാനിങ്ങനെ ചെയ്യാൻ കാരണം എൻ്റെ ഒരു സൈറ്റിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വാഷ് ബേസിൻ്റെ ആംഗിൾ കോക്ക് ഫിറ്റ് ചെയ്ത സോക്കറ്റിൻ്റെ ബ്രാസ് ത്രെഡ് പൊട്ടി അതിലൂടെ വെള്ളം ലീക്കായി. അത് വീട്ടുകാർക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ചുമരിലെ പെയിൻ്റൊക്കെ ഇളകിപ്പോയതിന് ശേഷമാണ് അവർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ വെള്ളം ടൈൽസിലൂടെ മുന്നിലേക്ക് തന്നെ ഒഴുകി വരുമായിരുന്നു. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുകയും ചെയ്യും. പെയിൻ്റൊക്കെ ഇളകി പോകുന്നത് തടയാനും പറ്റുമായിരുന്നു. ഇപ്പോൾ ഏത് ബാത്റൂമിലെയും ഫിറ്റിങ്സിന് മുമ്പായി ഇതുപോലെ വൈറ്റ് സിമെൻറ്റ് ഇട്ട് അടച്ചതിന് ശേഷം മാത്രമേ ഞാൻ ആംഗിൾ കോക്കോ ടാപ്പോ ഒക്കെ ഫിറ്റ് ചെയ്യാറുള്ളൂ. ടൈൽസിൻ്റെ ജോയിൻറ്റിലൂടെയുള്ള ലീക്കേജ് തടയുന്നതിന് വേണ്ടി ടൈൽസുകാർക്ക് ഇപ്പോൾ അപ്പോക്സി ചെയ്താണ് ടൈലിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാറ്. പ്ലംബർമാരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഫിറ്റിങ്സ് ഇടുന്ന പോയിന്റിലൂടെയുള്ള ലീക്കേജും കൂടി തടയാൻ പറ്റും. വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിവിടെ എല്ലാ പോയിൻറ്റും വൈറ്റ് സിമെൻറ്റ് ഇട്ട് അടച്ച ശേഷമാണ് ടാപ്പും എല്ലാ ഫിറ്റിങ്സും ഇവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫിറ്റിങ്സ് ഇടുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും വെള്ളം ലീക്കേജ് ഉണ്ടായാൽ നമ്മൾ ഈ ഇട്ട പ്ലാഞ്ചിൻ്റെ സൈഡിൽ കൂടി ടൈൽസിൻ്റെ പുറത്തൂടെ വെള്ളം ഒലിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒന്നുകൂടി അഴിച്ചെടുത്ത് ഒന്നുകൂടി ത്രെഡ് സീൽ ടാപ്പൊക്കെ ചുറ്റി കൊടുത്ത് ടൈറ്റാക്കിയാൽ മതിയാകും. ഇവിടുത്തെ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ഓണാക്കി ലീക്കേജൊക്കെ ടെസ്റ്റ് ചെയ്തു. നല്ല പ്രഷറൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്